സോഷ്യൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി. ഒരു ക്ലാസ്സാണ് നമ്മൾ എടുത്തത്, കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. അതിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ക്യാപിറ്റലിസം, കോളനൈസേഷൻ, പിന്നെ നമ്മൾ ഇമ്പീരിയലിസം, പിന്നെ ഇമ്പീരിയലിസം എങ്ങനെയാണ് കോളനികളെ അഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ പഠിച്ചത്? ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പഠിച്ചത്? ദ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദ എയിം ടു ഇൻക്രീസ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് കൊണ്ടുവന്ന എക്കണോമിക് സിസ്റ്റത്തിനെയായിരുന്നു നമ്മൾ ക്യാപിറ്റലിസം എന്ന് പഠിച്ചത്. ദ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് production and distribution are controlled by the capitalist with the aim to increase profit is known as capitalism. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാർ കൊണ്ടുവന്ന ഒരു എക്കണോമിക് സിസ്റ്റമായിരുന്നു. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൂട്ടിക്കൊണ്ട് തന്നെ മുതലാളിമാർ കൊണ്ടുവന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു നമ്മൾ ക്യാപിറ്റലിസം എന്ന് പഠിച്ചത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കോളനൈസേഷൻ. എന്തായിരുന്നു കോളനൈസേഷൻ? The Europeans had already established trade relationship with Asian, African and Latin American nations. യൂറോപ്യന്മാർക്ക് എന്ത് ചെയ്തു? ഹാഡ് ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻ, വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. ആരെല്ലാമായിട്ട്? ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ നേഷൻ. ഇത്രയും രാജ്യങ്ങളുമായിട്ട് യൂറോപ്യൻ കൺട്രീസ് ട്രേഡ് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചിരുന്നു. Using political power and military forces, the European countries economically exploited these nations. അതായത് സൈനിക ശക്തികളെയും അതുപോലെ തന്നെ മിലിറ്ററി ഫോഴ്സ് യൂസിങ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അവകാശങ്ങളും സൈനിക ശക്തികളും എല്ലാം ഉപയോഗിച്ച് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. അതിനുശേഷം എന്ത് ചെയ്തു? അവർ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളായി തീർന്നു. ഈ പ്രോസസ്സിനെ നമ്മൾ പഠിച്ച പേരായിരുന്നു കോളനൈസേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു, ഇമ്പീരിയലിസം പഠിച്ചിരുന്നു, കോളനൈസേഷൻ പഠിച്ചു. ക്യാപിറ്റലിസം പഠിച്ചിരുന്നു, കോളനൈസേഷൻ പഠിച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇമ്പീരിയലിസം ആയിരുന്നു. എന്തായിരുന്നു ഇമ്പീരിയലിസം? The distinctive phase of flow of finance capital to colonies is known as imperialism. കോളനികളിലുണ്ടായിരുന്ന എന്താണ്? ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ, സാമ്പത്തിക മൂലധനത്തിൻ്റെ ഒരു ഒഴുക്കിനെ, കോളനിയിലേക്കുണ്ടായിരുന്ന സാമ്പത്തിക മൂലധനത്തിൻ്റെ ഒരു ഒഴുക്കിനെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇമ്പോസിങ് എ നേഷൻസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസ് ഓൺ അനദർ നേഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഫ്യൂച്ചർ ഓഫ് ഇമ്പീരിയലിസം. അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിച്ചിരുന്ന പൊളിറ്റിക്കലും എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡൊമിനൻസിനെ ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പീരിയലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫ്യൂച്ചർ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു: ക്യാപിറ്റലിസം, കോളനൈസേഷൻ, ഇമ്പീരിയലിസം. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്റ്റ് ദ കോളനീസ്? കോളനികളെ എങ്ങനെയാണ് ഇമ്പീരിയലിസം അഫക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പോർഷനാണ് ഫസ്റ്റ് വേൾഡ് വാർ. എന്താണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നമ്മൾ എസ്സേയിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം. The conflict among the imperialist powers ultimately led the entire world to a war. The conflict among the imperialist powers ultimately led the entire world to a war. അതായത് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്, സാമ്രാജ്യ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ അൾട്ടിമേറ്റ്ലി ലെഡ് ദ എൻ്റയർ വേൾഡ് ടു എ വാർ. ലോകത്തെ എന്ത് ചെയ്തു? ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി തീർന്നു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദിസ്. എന്തെല്ലാം കാരണങ്ങളാണ് ഇതിന് പിന്നിലുണ്ടായതെന്ന് നമുക്ക് നോക്കാം. The European nations viewed with each other in establishing colonies. യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി അല്ലെങ്കിൽ viewed with each other, പരസ്പരം അവർ തമ്മിൽ എന്ത് ചെയ്തു? each other in establishing colonies. വീട് എന്ന് പറഞ്ഞാൽ BIED. വീട് മീൻസ് മത്സരിക്കുക. എന്താണ് പറയുന്നത്? യൂറോപ്യൻ നേഷൻസ് വീഡ് വിത്ത് ഈച്ച് അതർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്. കോളനികളെ രൂപീകരിക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി മത്സരിക്കാൻ തുടങ്ങി. This competition led to conflict among them and caused mutual distrust and enmity. ഈ കോമ്പറ്റീഷൻ, ഈ മത്സരം എന്ത് ചെയ്തു?
led to conflict among them and caused to mutual distrust and enmity. അവർ തമ്മിലുള്ള ശത്രുതയ്ക്ക്, ഈ തർക്കങ്ങളെല്ലാം തന്നെ അവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമായി തീർന്നു. ദിസ് ഫർദർ ഡ്രോവ് ദ നേഷൻസ് ടു സൈനിങ് ഓഫ് മിലിറ്ററി അലയൻസ്. അങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെയുണ്ടായ ശത്രുതകളെല്ലാം തന്നെ അവിടെ ഒരു സൈനിക സഖ്യത്തിനെ രൂപീകരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. ദിസ് ഫർദർ ഡ്രോവ് ദ നേഷൻസ് ടു സൈനിങ് ഓഫ് മിലിറ്ററി അലയൻസ്. സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. The Triple Alliance and the Triple Entente were examples of such military alliance. അത്തരത്തിലുള്ള സൈനിക സഖ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമായിരുന്നു? The Triple Alliance and the Triple Entente were examples of such military alliances. അത്തരത്തിലുള്ള സൈനിക സഖ്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങളായിരുന്നു ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും. ട്രിപ്പിൾ അലയൻസ് മീൻസ് ത്രികക്ഷി സഖ്യവും, ട്രിപ്പിൾ എൻറ്റിറ്റി മീൻസ് ത്രികക്ഷി സൗഹാർദ്ദം. ഇങ്ങനെയാണ് പറയുന്നത്. ദ കോൺഫ്ലിക്റ്റ് അമംഗ് ദ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്, അതായത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ അവിടെ ലോകത്തെ എന്തിനു നയിച്ചു? ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാരണമായി. ദ യൂറോപ്യൻ നേഷൻസ് വീഡ് വിത്ത് ഈച്ച് അതർ എസ്റ്റാബ്ലിഷിംഗ് കോളനി. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? എസ്റ്റാബ്ലിഷിംഗ് കോളനി. കോളനികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനു വേണ്ടി, രൂപപ്പെടുത്തിയെടുക്കുന്നതിനു വേണ്ടി അവർ തമ്മിൽ മത്സരിക്കാൻ തുടങ്ങുകയുണ്ടായി. ദിസ് കോമ്പറ്റീഷൻ ലെഡ് ടു കോൺഫ്ലിക്റ്റ് അമംഗ് ദം ആൻഡ് കോസ്ഡ് മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ് ആൻഡ് എൻമിറ്റി. ഇങ്ങനെയുള്ള അവർ തമ്മിലുള്ളായ എന്താണ്? കോമ്പറ്റീഷൻ, മത്സരം. അവർക്കിടയിൽ എന്ത് ചെയ്തു? അവർ തമ്മിലുള്ള ശത്രുത വളർത്തുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. ദിസ് ഫർദർ ഡ്രോവ് ദ നേഷൻസ് ടു സൈനിങ് ഓഫ് മിലിറ്ററി അലയൻസ്. അവ പിന്നീട് എന്ത് ചെയ്തു? സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. ആ സൈനിക സഖ്യങ്ങൾ രണ്ടെണ്ണം സൈനിക സഖ്യങ്ങളെ രൂപീകരിച്ചു. 2 സൈനിക സഖ്യങ്ങളെയാണ് രൂപീകരിച്ച് അതിനെ മിലിറ്ററി അലയൻസ് എന്നും ട്രിപ്പിൾ അലയൻസ് എന്നും ട്രിപ്പിൾ എൻറ്റൻറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ത്രികക്ഷി സഖ്യം എന്നും ത്രികക്ഷി സൗഹാർദ്ദം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പോർഷൻ എന്താണെന്ന് നോക്കാം. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റൻറ്റി. അതായത് ട്രിപ്പിൾ അലയൻസിൽ, ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നതിൽ ആ സൈനിക സഖ്യത്തിൽ ആരെല്ലാമാണ്, ഏത് രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരുന്നതാണെന്ന് ഇനി പറയുന്നത്. ട്രിപ്പിൾ അലയൻസിൽ ഉണ്ടായിരുന്ന 3 രാഷ്ട്രങ്ങളായിരുന്നു ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഇങ്ങനെ 3 രാഷ്ട്രങ്ങളാണ്. നെക്സ്റ്റ് വന്നത് ട്രിപ്പിൾ എൻറ്റിറ്റി ആണ്. അതിൽ വന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പം ഇതായിരുന്നു സൈനിക സഖ്യങ്ങൾ. 2 സൈനിക സഖ്യങ്ങളിലും 3 രാഷ്ട്രങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി ആണെങ്കിൽ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ വന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഓക്കെ, നെക്സ്റ്റ്. The formation of such alliances created war atmosphere in Europe. ഇത്തരത്തിലുള്ള സഖ്യങ്ങളുടെ രൂപീകരണം, the formation of such alliances, ഇത്തരത്തിലുള്ള സഖ്യങ്ങളുടെ രൂപീകരണം created a war atmosphere in Europe. യൂറോപ്പിൽ എന്തു ചെയ്തു? ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. They started manufacturing and buying lethal weapons. അതെന്താ? ദേ സ്റ്റാർട്ടഡ്, അവരെന്ത് ചെയ്തു? ആരംഭിച്ചു. മാനുഫാക്ചറിങ് ആൻഡ് ബൈയിങ് ലെത്തൽ വെപ്പൺസ്, ഉൽപ്പാദിപ്പിക്കുകയും അതേപോലെ തന്നെ വിറ്റഴിക്കുകയും ചെയ്തു. ലെത്തൽ വെപ്പൺസ്, വിനാശകാരികളായ ആയുധങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ അത് വിറ്റഴിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നമ്മൾ 2 അലയൻസിനെ പഠിച്ചു, സൈനിക സഖ്യങ്ങളെ പഠിച്ചു. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയുമാണ്. ഇങ്ങനെയുള്ള സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം അവിടെ യുദ്ധത്തിന് വഴിയൊരുക്കുകയുണ്ടായി, യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. അവരെന്ത് ചെയ്തു? അവർ മാനുഫാക്ചർ ചെയ്യാനും ഉൽപ്പാദിപ്പിക്കുകയും വിറ്റഴിക്കുകയും ചെയ്യാൻ തുടങ്ങി. വിനാശകാരികളായ, വിനാശം വരുത്തുന്ന തരത്തിലുള്ള ആയുധങ്ങളെ അവർ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യാനായിട്ട് തുടങ്ങി. Next, the European nations resorted to various strategies to succeed in their imperialistic competition. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു ഈ സമയത്ത്? സക്സീഡ് ഇൻ ദെയർ ഇമ്പീരിയലിസ്റ്റിക് കോമ്പറ്റീഷൻ, സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടി അവർ വേരിയസ് സ്ട്രാറ്റജീസ്, വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അഗ്രസീവ് നാഷണലിസം വാസ് വൺ ഓഫ് എമംഗ് ദം. അതിലൊരു പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? അഗ്രസീവ് നാഷണലിസം ആയിരുന്നു, തീവ്ര ദേശീയത. ദ യൂറോപ്യൻ നേഷൻസ് യൂസ്ഡ് അഗ്രസീവ് നാഷണലിസം ടു ഇൻവേർഡ് അതർ കൺട്രീസ്. മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ നേഷൻസ് അഗ്രസീവ് നാഷണലിസത്തിനെ യൂസ് ചെയ്തു.
ഉപയോഗിച്ചു. അഗ്രസീവ് നാഷണലിസ്റ്റ് കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻസ് ആസ് ദ സുപ്രീം ആൻഡ് ജസ്റ്റിഫൈഡ് വാട്ട് എവർ ബി ദ ആക്ഷൻസ് ഓഫ് ദർ നേഷൻ. ഈ സമയത്ത് എന്ത് ചെയ്തു? ഈ തീവ്ര അഗ്രസീവ് നാഷണലിസ്റ്റിലെ നേതാക്കന്മാർ കൺസിഡർ ദെയർ ഓൺ നേഷൻസ്, അവരുടെ രാഷ്ട്രമാണ് സുപ്രീം, അതായത് ശ്രേഷ്ഠമെന്നും. സുപ്രീം മീൻസ് ശ്രേഷ്ഠം. അവരുടെ രാഷ്ട്രമാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതെന്നും അതുപോലെ തന്നെ എന്താണ് അവരെന്ത് ചെയ്തു? അവർ സ്വന്തം രാജ്യത്തിൻ്റെ തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വേരിയസ് മൂവ്മെന്റ് ഇൻ യൂറോപ്പ് സച്ച് ആസ് പാൻ സ്ലേവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ് വെയർ ആൻ ഓഫ് ഷൂട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. ഈ സമയത്ത് എന്ത് ചെയ്തു? വിവിധങ്ങളായിട്ടുള്ള മൂവ്മെന്റ് യൂറോപ്പിൽ ഉടലെടുത്തു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പാൻ സ്ലേവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ് വെയർ ആൻ ഓഫ് ഷൂട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. അഗ്രസീവ് നാഷണലിസത്തിന് അധിഷ്ഠിതമായിട്ടുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആയിരുന്നു പാൻ ജർമ്മൻ, പാൻ സ്ലേവ്, റിവെഞ്ച് മൂവ്മെന്റ്. അപ്പം നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ പഠിച്ചു ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും. ഇത്തരത്തിലുള്ള സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിൽ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചപ്പോൾ അവർക്കിടയിൽ യുദ്ധങ്ങൾ ഉണ്ടാവാൻ കാരണമായി. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? വളരെ മാരകായുധങ്ങൾ, വിനാശകാരികളായിട്ടുള്ള ആയുധങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനും തുടങ്ങി. അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്താണ് സാമ്രാജ്യത്വ മത്സരങ്ങൾ വിജയിക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായിട്ടുള്ള സ്ട്രാറ്റജി, വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു തീവ്ര ദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം. ദ യൂറോപ്യൻ നേഷൻസ് യൂസ്ഡ് അഗ്രസീവ് നാഷണലിസം ഇൻവേർഡ് അതർ കൺട്രീസ്. ഈ അഗ്രസീവ് നാഷണലിസം യൂസ് ചെയ്തിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ നേഷൻസ് തീരുമാനിച്ചു. അഗ്രസീവ് നാഷണലിസം കൺസിഡർഡ് ദെയർ ഓൺ അഗ്രസീവ് നാഷണലിസ്റ്റ് ഈ സമയത്ത് കണക്കാക്കി അവരുടെ രാഷ്ട്രമാണ് വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അവർ ജഡ്ജ് ചെയ്യാൻ ജസ്റ്റിഫൈഡ് അവർ ചെയ്തു. സ്വന്തമായി അവരുടെ രാജ്യമാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ അവർ ജസ്റ്റിഫൈ ചെയ്തു കൊണ്ടുവരാനും അവർ ശ്രമിക്കുകയുണ്ടായി. വേരിയസ് മൂവ്മെന്റ് ഇൻ യൂറോപ്പ് സച്ച് ആസ് പാൻ സ്ലേവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ് വാസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. ഈ സമയത്ത് എന്താണ് അഗ്രസീവ് നാഷണലിസത്തിന് അധിഷ്ഠിതമായിട്ട് അവിടെ 3 മൂവ്മെന്റുകൾ കൂടി വരികയുണ്ടായി. പാൻ സ്ലേവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്, ഇങ്ങനെ 3 മൂവ്മെന്റുകൾ കൂടി അവിടെ വരികയുണ്ടായി. ഇനി അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. പാൻ സ്ലേവ് മൂവ്മെന്റ് എന്താണ്? പാൻ സ്ലേവ് മൂവ്മെന്റ് റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് the Slavic people of Serbia, Bulgaria, Greece, etc. in Eastern Europe under their leadership. റഷ്യ എന്ത് ചെയ്തു? റഷ്യ കിഴക്കൻ യൂറോപ്പിലെ എക്സെട്ര ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് അണ്ടർ ദെയർ ലീഡർഷിപ്പ്. കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളായിരുന്ന സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവിക് പീപ്പിൾ, സ്ലേവ് വംശജരെ എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചു. റഷ്യ എന്താണ് തീരുമാനിച്ചത്? കിഴക്കൻ യൂറോപ്പിലെ ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങളായിരുന്ന സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവ് രാജവംശങ്ങളെ, സ്ലേവ് ആളുകളെ, സ്ലേവിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ അവരുടെ നിയന്ത്രണത്തോടു കൂടി, റഷ്യയുടെ കൺട്രോളിൽ തന്നെ അല്ലെങ്കിൽ ലീഡർഷിപ്പോടു കൂടി തന്നെ ഈ രാഷ്ട്രങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചു. ഫോർ ദിസ് ദ പാൻ സ്ലേവ് മൂവ്മെന്റ് വാസ് ഫോമഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. അങ്ങനെ റഷ്യയുടെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു പാൻ സ്ലേവ് മൂവ്മെന്റ്. വാട്ട് ഈസ് പാൻ സ്ലേവ് മൂവ്മെന്റ്? റഷ്യയുടെ ലീഡർഷിപ്പോടു കൂടി ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങളായിരുന്ന സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലേവിക് പീപ്പിളിനെ, സ്ലേവ് ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചു. ഇങ്ങനെ റഷ്യ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു പാൻ സ്ലേവ് മൂവ്മെന്റ്. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. പാൻ ജർമ്മൻ മൂവ്മെന്റ്. ടു എസ്റ്റാബ്ലിഷ് ഇറ്റ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ പ്രൊവിൻസ്, ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്ലേവിക് പീപ്പിളിനെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ കിഴക്കൻ മേഖലകളിലെ 3 രാജ്യങ്ങളിലെ സ്ലേവിക് പീപ്പിളിനെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ റഷ്യ തീരുമാനിച്ചതായിരുന്നു പാൻ സ്ലേവ് മൂവ്മെന്റ്. എന്നാൽ ഇവിടെ പറയുന്നത് പാൻ ജർമ്മൻ മൂവ്മെന്റ് ആണ്. പാൻ ജർമ്മൻ മൂവ്മെന്റിൽ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ പ്രൊവിൻസ്, സെൻട്രൽ യൂറോപ്പിലും മധ്യ യൂറോപ്പിലും ബാൽക്കൻ പ്രവിശ്യകളിലും
എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ്, ഇതിൻ്റെ എന്താണ് ഡൊമിനൻസ്, സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടി ജർമ്മനി ട്യൂട്ടോണിക് പീപ്പിൾ, ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ, അവിടുത്തെ ട്യൂട്ടോണിക് പീപ്പിളിനെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീങ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ഈ പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ജർമ്മനിയുടെ ലീഡർഷിപ്പോട് കൂടി വന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് റഷ്യയുടെ ലീഡർഷിപ്പോട് കൂടി വന്നതിനെ നമ്മൾ പാൻസ്ലേവ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ജർമ്മനിയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ജർമ്മനിയുടെ ലീഡർഷിപ്പോട് കൂടി വന്നതാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ഒന്നുകൂടെ പറയുന്നു, ടു എസ്റ്റാബ്ലിഷ് ഇറ്റ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൽക്കൻ മൂവ്മെൻറ്റ്. സെൻട്രൽ യൂറോപ്പിലും ബാൽക്കൻ പ്രൊവിൻസിലും അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനു ട്യൂട്ടോണിക് പീപ്പിളിനെ ജർമ്മനി പ്ലാൻഡ് ടു യുണൈറ്റ് ദ ട്യൂട്ടോണിക് പീപ്പിൾ, ട്യൂട്ടോണിക് പീപ്പിളിനെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് അവരുടെ പ്രൊവിൻസ് സ്വാധീനങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ജർമ്മനി കൊണ്ടുവന്ന മൂവ്മെൻ്റ് ആയിരുന്നു പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. നെക്സ്റ്റ് പറയുന്നത് റിവെഞ്ച് മൂവ്മെൻറ്റ്, പ്രതികാര മൂവ്മെൻറ്റ്. ഇൻ 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൽസാസ് ലൊറൈൻ, ദ ടെറിട്ടറീസ് ദാറ്റ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ്. 1871 ഇൻ 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൽസാസ് ലൊറൈൻ, ദ ടെറിട്ടറീസ് ദാറ്റ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ കൺട്രോളോട് കൂടി അൽസാസ് ലൊറൈൻ തുടങ്ങിയ ടെറിട്ടറീസിനെ ജർമ്മനി പിടിച്ചു. ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ്, ഇതിനെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദ റിവെഞ്ച് മൂവ്മെൻറ്റ് വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ ലീഡർഷിപ്പോട് കൂടി കൊണ്ടുവന്ന മൂവ്മെൻ്റ് ആയിരുന്നു റിവെഞ്ച് മൂവ്മെൻറ്റ് 1871. അപ്പോൾ 3 മൂവ്മെൻ്റ് ആണുള്ളത്: പാൻസ്ലേവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. നെക്സ്റ്റ്, ഇമ്പീരിയലിസ്റ്റ് rivalry drove the European countries into several crises, among which the Moroccan crisis and the Balkan crisis are considered to be the important. ഇമ്പീരിയലിസ്റ്റ് റിവൽറി ഡ്രോവ്, സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ. ഡ്രോവ് മീൻസ് നയിക്കുക. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ എന്ത് ചെയ്തു? ഡ്രോവ് ദ യൂറോപ്യൻ കൺട്രീസ് ഇൻ ടു സെവറൽ ക്രൈസിസ്, യൂറോപ്യൻ രാജ്യങ്ങളെ പല പ്രതിസന്ധികളിലേക്കും സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ നയിച്ചു. എമംഗ് വിച്ച് ദ മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൽക്കൻ ക്രൈസിസ് ആർ കൺസിഡേർഡ് ടു ബി ദ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയായിരുന്നു? മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. അതിനുശേഷം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.